പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. വേറെ വഴിയൊന്നും നമ്മുടെ മുമ്പിലില്ല. പോലീസും മറ്റു കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഉള്ള നാടുകൾ തന്നെ ഭരണകൂടമൊക്കെ ഉള്ള നാടുകളിലേക്കാൾ കഴിഞ്ഞ അവസ്ഥയാണ്. പിന്നെ ബാക്കിയുള്ള ഭരണകൂടം പോലീസും നമ്മുടെ കയ്യിലില്ലാത്ത നാട്ടിൽ എന്ത് ചെയ്യാൻ പറയല്ലാതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വേറൊന്നും നമുക്ക് ചെയ്യാൻ രക്ഷിക്കുമാറാവട്ടെ. മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകൾ പോവുകയാണെങ്കിൽ തന്നെ അവൾ ഭംഗിയാക്കി പോകാൻ പാടില്ല. സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോവാൻ. പോവുകയാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബ് റസൂലുള്ളാഹിന്റെയും പൊന്നുപ്പയായ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെയും ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ സാധാ വീട്ടിലുള്ള ഡ്രസ് എടുത്തിട്ടാണ് പോവാറുണ്ടായിരുന്നത്. പക്ഷേ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നതിന് ശേഷം, അവിടുത്തെ ഖബറോടെ മറവാടപ്പെട്ടതിന് ശേഷം ഔറത്ത് മറച്ചിട്ടില്ലാത്ത ഭാഗത്തേക്ക് പോയിട്ടില്ല ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്ത് ചരിത്രത്തെ രേഖയല്ലേ ഇതൊക്കെ? വളരെ ഇസ്ലാമിൽ തെളിയിക്കപ്പെടുക, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത രേഖകളല്ലേ? ഒരു അന്യ പുരുഷൻ അവിടെ മറവ് ചെയ്യപ്പെട്ടതിനു ശേഷം അങ്ങോട്ട് ഔറത്ത് മറച്ചിട്ടല്ലാതെ പോയിട്ടില്ല സയ്യിദുനാ ആയിഷത്തുൽ കുബ്ര സുഹറ റളിയല്ലാഹു അൻഹ. ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണം, അതാണ് ഇസ്ലാമിന്റെ തെളിവ്. ഏത് ഉറൂസാണെങ്കിലും ഏതാണെങ്കിലും അവിടെ വരുമാനം കുറഞ്ഞിട്ടുണ്ട്, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ശക്തമായി നമ്മൾ ആ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ ഇവിടെ ഉലമാക്കളെയും മറ്റു അക്കാലിബിന്റെയും സ്വന്തക്കാരുടെ ഖബർ സന്ദർശിക്കാൻ പാടില്ല. ഉലമാക്കളുടെ ഖബർ, അതുപോലെ ഔലിയാക്കന്മാരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ സന്ദർശിക്കാമെന്ന് പറയാൻ കാരണം എന്താ? വലിയ വലിയ ആളുകളുടെ ആഖിറത്തിന്റെ വലിയ വലിയ ആളുകളുടെ മശാഹിദുകളെ ഇഹ്യാ ചെയ്യാൻ സുന്നത്തുള്ള കാര്യമാണ്. അവരുടെ ബറക്കത്ത് ഇങ്ങോട്ട് നമുക്ക് കിട്ടും. ഉഖ്റവിയായ മദദും കിട്ടും. യഊദു അലൈഹിം മിൻഹും മദദുൻ ഉഖ്റവിയ്യ. അവർ ഉഖ്റവിയായ ചില മദദുകൾ നമുക്ക് കിട്ടും. മഹാനായ മക്കയിൽ പോയി ഇൽമ പഠിച്ച മഹാനായ സയ്യിദ് മഖ്ദൂം, അവിടുത്തെ ശറഹ് എഴുതിയ ബഹുമാനപ്പെട്ട മക്കക്കാരനായ മുഹമ്മദ് ബഖരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെയാണ് എഴുതുന്നത്. പഴയ മക്കയിൽ ആലിമീങ്ങളാണെന്നൊക്കെ എഴുതുന്നത് കേട്ടോ. മഹാന്മാരടുത്ത് പോയാൽ കിട്ടും, അത് ഇങ്ങോട്ട് കിട്ടും. എന്നാൽ സ്വന്തം കുടുംബക്കാരടുത്ത് പോയാൽ ഇതൊന്നും ഇങ്ങോട്ട് കിട്ടണമെന്നില്ല. നമ്മളെ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കലാണല്ലോ അവർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനുള്ള വ്യത്യാസമാണ് ഇവിടെ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഈ നോക്കൂ, അതുപോലെ തന്നെ ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഓതലും പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യലും സുന്നത്തുള്ള കാര്യമാണ്. ഹദീസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഖുല്ലി അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഖബറാളികളുടെ അടുത്ത് ചെന്നാൽ നിങ്ങൾ സലാം പറയുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്തെങ്കിലും ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ഓതിക്കൊള്ളണമെന്ന് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹദീസുകളിൽ ഒരുപാട് ഹദീസുകളൊക്കെ ഞാൻ വിശദീകരിച്ചുകൊണ്ട് സമയം കളയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാൻ വേണ്ടി പറഞ്ഞത്, ഫാത്തിഹ ഓതാൻ, യാസീൻ ഓതാൻ പറഞ്ഞത് ഒക്കെയുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അതുപോലെ സലാം പറയലും ലിസാഇരിൻ അലാ അഹ്ലിൽ മഖ്ബറത്തി ഉമൂമൻ സുമ്മ ഖുസൂസൻ. നമ്മൾ ഉപ്പാന്റെ ഖബറിനടുത്ത് പോകുന്നെങ്കിൽ ആദ്യം കാണുന്ന ഖബറാളികൾക്ക് അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ. പിന്നെ ഉപ്പാന്റെ അടുത്ത് എന്ത് ചെയ്യാ? ഇതുപോലെ നോക്കൂ, ഫയഖൂൽ അസ്സലാമു അലൈക്കും മിൻ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് മൊത്തത്തിൽ പറയുന്ന അബ്ബൽ മഖ്ബറ, ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ വയഖൂൽ ഇന്ന ഖബ്രി അബീ, ഉപ്പയുടെ ഖബറിനടുത്തെത്തിയാൽ ഉദാഹരണത്തിന് അസ്സലാമു അലൈക യാ വാലിദി, അല്ലെങ്കിൽ അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക യാ ഉമ്മി എന്ന് പ്രത്യേകം സലാം പറയുന്നത് സുന്നത്തുള്ള കാര്യമാണ്. എന്നാൽ ഇതൊന്നും മൊത്തത്തിൽ പറയാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? മൊത്തത്തിൽ അസ്സലാമു അലൈക യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ മൊത്തത്തിൽ പറയാം, ഓരോരുത്തരും സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ.
وذلك لخبر مسلم أنه صلى الله عليه وسلم قال السلام عليكم دار قوم المؤمنين وإنا إن شاء الله بكم لاهقون. السلام عليكم يا دار قوم المؤمنين. മുഅ്മിനീങ്ങളുടെ ഭവനങ്ങളിൽ താമസിക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. وإنا إن شاء الله بكم لاهقون. ഞങ്ങളും അങ്ങോട്ട് വരും, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളും അങ്ങോട്ട് വരും. നേരത്തെ പോയി ആദ്യം പോയി, കുറച്ച് അടുത്ത വെയിറ്റ് ലിസ്റ്റിൽ ഞങ്ങളുണ്ട്, തൊട്ടിൽ തന്നെ. ആരാന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറാക്കി തരുമാറാവട്ടെ. റസൂലുള്ളാഹി പറയുകയാണ് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂറിൽ മുസ്ലിമീൻ അൻതും ലനാ സലഫ്. റസൂലുള്ളാഹി ഇങ്ങനെ കൂടി പറയാറുണ്ടായിരുന്നു, അൻതും ലനാ സലഫ്, നിങ്ങൾ നേരത്തെ പോയി, വനഹു ലക്കും തബഉൻ, ഞങ്ങൾ പിന്നീട് വരും, വഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലാഹിഖൂൻ, നിങ്ങൾ ചേരും. ഖാല അബൂ റുസൈൻ, ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന അബൂ റുസൈൻ എന്നവർ ചോദിക്കുകയാണ്, ഹൽ യസ്മഊൻ, നബി അവർ കേൾക്കുമോ, നബി അവർ കേൾക്കുമോ? ഖാല, അവിടുന്ന് പറഞ്ഞു, യസ്മഊൻ, അവർക്ക് കേൾക്കാം, പക്ഷേ വലാ യസ്തതീഊന അൻ യുജീബൂ ഐ ജവാബൻ യസ്മഊൽ ഹയ്യ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ അവർ മറുപടി പറയാൻ കഴിയില്ല. അവർ അവരുടേതായ ലോകത്ത് മറുപടി പറയുന്നുണ്ട്. وقال يا أبا رزين ألا ترضى أن ترد عليك بعدده والملائكة. പക്ഷേ നീ പറയുന്ന സലാമിന് മലക്കുകളടക്കം സലാം മടക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി. അവരാണ് സലാം പറയുമ്പോൾ അത് നല്ല മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. നമ്മള് ഈമാൻ കൊണ്ട് മുൻകടന്നു പോയ ആളുകൾക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. ഖബറാളികൾ അത് കേൾക്കുകയും ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. കേൾക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും അറിയാത്തവരാണെങ്കിൽ പരിസോട് കൂടി എല്ലാം കഴിഞ്ഞുവെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ഖബറാളികൾക്ക് അത് കിട്ടുന്നില്ല. ഖബറാളികൾക്ക് കിട്ടുന്നില്ല. മനുഷ്യൻ അവന് ചെയ്തതല്ലാതെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞ ഖുർആനിൽ മനുഷ്യൻ അവൻ ചെയ്തതല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നിസ്കാരം വേണ്ടല്ലോ, മനുഷ്യൻ അവൻ ചെയ്തത് മാത്രം ഉണ്ടാവുള്ളൂ. നിസ്കാരം വേണ്ട, ഈ സലാം പറയൽ വേണ്ട, ഒന്നും വേണ്ട. മനുഷ്യൻ അവൻ ചെയ്തതല്ലാതെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് മുൻ ശരീഅത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിന് മുമ്പൊക്കെ സമൂഹത്തിൽ ഒരാളെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രതിനെ കിട്ടിയില്ലെങ്കിൽ പ്രതിന്റെ ഒപ്പന കൊല ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. കട്ടനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ പിടിക്കാൻ കഴിയില്ല. ഇതുപോലെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇസ്ലാം വന്നതോടുകൂടി അതിനെ ഒളിച്ചെഴുതുകയും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അവിടുന്നുള്ള ശരീഅത്തുകളിലൊക്കെ അങ്ങനെ കട്ടവന് അല്ലെങ്കിൽ കൊന്നവനെ കിട്ടിയാൽ മാത്രം ചെയ്യാം കൊല ചെയ്യുക, അല്ലെങ്കിൽ അവന്റെ അഹലുകാരെ അവന്റെ കുടുംബക്കാരെ വിളിച്ചിട്ടൊന്നും കൊല ചെയ്യാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരാളുടെ തെറ്റ് മറ്റൊരാൾ വഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് അതിനെ കൊണ്ടു ഇങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും മഹാന്മാർക്കും അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. മനുഷ്യൻ അവൻ ചെയ്തതല്ലാതെ ഇല്ല എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പൊക്കെ മാറ്റി കുറെ പഠിച്ച് വന്നിട്ട് കുറെ എന്തായി ലെവലായിട്ടുണ്ട്. ഉമ്മാക്കും വേണ്ടെങ്കിലും ഉപ്പാക്കും വേണ്ടെങ്കിലും ചെയ്യുന്നുണ്ട്. ഇനിയും ഖൈറിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. അതും ചെയ്തില്ലായിരുന്നു. ത്രൗപ്പമാര് എത്ര നല്ല കാര്യങ്ങൾ കിട്ടാതെ പോയി, എത്ര സുഖത്തുകൾ കിട്ടാതെ പോയി, എത്ര ഖുർആൻ പാരായണങ്ങൾ കിട്ടാതെ പോയി, എത്ര നല്ല കാര്യങ്ങൾ കിട്ടാതെ പോയി. അല്ലാഹു ഉമ്മത്തിനെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഓതിവരാണെങ്കിൽ തഫ്സീർ എടുത്ത് നോക്കാൻ പറയാം. മുഫസ്സിറുകൾ അതിനെന്താണ് വ്യാഖ്യാനം നൽകിയത്? ഖുർആൻ ഒരിക്കലും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഡിക്ഷണറി എടുത്തിട്ടല്ല, അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടല്ല. അതിനൊരിക്കലും വ്യാഖ്യാനിക്കേണ്ടത് അതിന് മുഫസ്സിറുകൾ എന്താർത്ഥം പറഞ്ഞു, മഹാരഥന്മാർ എന്താർത്ഥം പറഞ്ഞു, സാഹചര്യം എന്ത്, സന്ദർഭം എന്ത്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് നമ്മൾ അർത്ഥം പറയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരം മയ്യത്ത് ഉപകരിക്കൂലല്ലോ. കാരണം ശേഷം നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. ഈ സലാം പറയലും ദുആ ചെയ്യലും ഒക്കെ മയ്യത്തുകൾക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തപ്പനയുടെ ഓല പോലും അവിടെ കുത്തിവെച്ചിട്ട് അതുപോലെ ഉപകരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ റസൂലുള്ളാഹി കൊണ്ടുവന്ന ഖുർആൻ എതിരാവൂല. ഇത്ര വലിയ വിഡിത്തമാണ് പറയുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ സുന്നത്തായ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ കാര്യമാണ്. മഹാന്മാർ പറയുന്നത് അതുപോലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം മരിച്ചു കഴിഞ്ഞാൽ ഔ ലൈലതഹാ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി മരിച്ചു കഴിഞ്ഞാൽ അമിന മിൻ അദാബിൽ ഖബ്രി വ ഫിത്നതിഹി, ഖബറിന്റെ ഫിത്നയിൽ അവൻ സുരക്ഷിതനായെന്ന് റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.
ഒരുപാട് ആളുകൾ ഈ റമദാനിലെ വെള്ളിയാഴ്ച മരിച്ചു. അവരുടെ ദർജ നീച്ചു കൊടുക്കണം റബ്ബേ. ഞങ്ങൾക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ഫളലാണ്. അതായത് ഏത് കണ്ടവനും വെള്ളിയാഴ്ച മരിച്ചതൊന്നുമല്ല, അങ്ങനൊന്നുമല്ല. വിശ്വാസിയായി ജീവിക്കുകയും മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക് ഉള്ള കാര്യം വിശ്വസിക്കുക. ഈമാനെ കുറിച്ച് എവിടെയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഈമാൻ മാത്രം അല്ലാഹു പറഞ്ഞു. നടക്കുന്നുണ്ടോ അവിടെ അവന് സ്വാലിഹാത്ത് ഉണ്ടാവും. ഈമാനും വേണം. ഈമാനും ഇസ്ലാമും ഉണ്ടാകുന്നതിന് ഇഹ്സാൻ ഉണ്ടാകും. മൂന്ന് സംഗതി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇത്തലഅ അലൈനാ റജുലുൻ ശദീദ് ബയാദ് الثياب وشديد سواد الشعر റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഒരു ദിവസം ഒരാൾ വന്ന സംഭവം നമുക്കറിയാം. അയാൾ വളരെ സുമുഖനാണ്, ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. കറുത്ത മുടിയും അതുപോലെ വെളുത്ത വസ്ത്രവും ധരിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഒരാൾ വന്നിരിക്കുന്നു. വന്നിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ട് എങ്ങനെയാണ് ഉസ്താദിന് ശിഷ്യന്മാർ ഇരിക്കേണ്ടത് അതേ രീതിയിൽപ്പെട്ട ആ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ തന്റെ മുട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ നേരെ വെച്ച് കൈ തന്റെ തുടയുടെ മുകളിൽ വെച്ച് ഭവ്യതയോടും കൂടി അതുപോടും മര്യാദയോടും കൂടി ഹബീബ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നു. നിങ്ങൾ ആരും അറിയില്ല, ഒരു യാത്രയുടെ ലക്ഷണം പോലും അയാളില്ല. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുമ്പോൾ ഹബീബ് റസൂലുള്ളാഹിയോട് വന്നയാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിർനി അനിൽ ഈമാൻ വഅഖ്ബിർനി അനിൽ ഇസ്ലാം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഈമാൻ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുക്കുന്നു. മൂന്നാമതായി ചോദിക്കുന്നു അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞു തരൂ. ഇതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നുണ്ട്, ആദ്യം ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടത് ഈമാനാണ്, പിന്നീട് ഇസ്ലാമാണ്. ഈമാനും ഇസ്ലാമും സംഗമിക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണ് ഇഹ്സാൻ എന്ന മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അതാണ്. രണ്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകും. ഈമാനും ഇഹ്സാനും തികഞ്ഞു കഴിഞ്ഞാൽ, ഈമാനും ഇസ്ലാമും തികഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ടായി കഴിഞ്ഞാൽ മൂന്നാമത് അതിന്റെ ഫ്രൂട്ടായിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ് അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ ആരാധിക്കുക. അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. നൽകണേ റഹ്മാനേ. അൻത അബ്ദുല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം. നമുക്ക് പ്രതിഷ്ഠയൊന്നുമില്ല, നമുക്ക് മുമ്പിൽ വെക്കാനൊന്നുമില്ല, അല്ലെ? നമുക്ക് എന്താ, പള്ളിയിൽ വരുമ്പോൾ അല്ലാഹു നിന്റെ മുമ്പിലേക്കാണ് വന്നത്. അല്ലാഹു നിന്റെ മുമ്പിൽ മീലാൻ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഭൂമിയിൽ അഹങ്കരിച്ചു പോലും നടക്കില്ല. വളരെ ഭവ്യതയോടുകൂടി നടക്കുന്ന ആളുകൾ, അവർക്ക് കിബറില്ല, അഹങ്കാരമില്ല. അല്ലാഹുവെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. നിങ്ങളുടെ ഹൃദയത്തിന്റെ കിബറും അഹങ്കാരമൊക്കെ ഇല്ലാതെയാക്കണം റഹ്മാനേ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ അങ്ങനെയാവുന്നതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് എപ്പോഴും അല്ലാഹുവിനെ കാണും, എപ്പോഴും അല്ലാഹുവിന്റെ ഭൂമിയിലാണ് നടക്കുന്നത് പോലെ ഖബർ അല്ലെ മഹാന്മാർ പറയുന്നുണ്ട്. ഓരോ ചുവട്ടടി വെക്കുമ്പോഴും അല്ലാഹ് ഞാൻ ഇവിടെയാണല്ലോ കിടക്കേണ്ടത്, അടിയിലേക്കാണല്ലോ പോവേണ്ടത്. എന്നുള്ള ബോധം അല്ലാഹു ഇതിൽ നിന്നാണല്ലോ വന്നത്, മണ്ണിൽ നിന്നാണല്ലോ വന്നത്, മണ്ണിലേക്ക് തന്നെയാണല്ലോ നടക്കുന്നത്. ഭൂമി പറയുന്നുണ്ട് അഹങ്കാരികളോട്, അഹങ്കരിച്ച് നടക്കുമ്പോ ഭൂമി പറയുന്നതാണ് നീ വാടകന്റെ ഉള്ളിലേക്ക്, നീ വരാനുണ്ട് എന്റെ അകത്തേക്ക്. അപ്പൊ കാണിച്ചു തരാവുന്ന ഭൂമിയുണ്ട്. അങ്ങനെയാണ് ഭൂമിയുടെ ആ ഭൂമിയുടെ ഇടുക്കൽ ഖബറാളി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിൽ നിന്നും അത്തരം ഫിത്നകളിൽ നിന്നും ഒക്കെ മോചനം ഉണ്ടാവണം. അതാണ് പറഞ്ഞത്. അത് വെള്ളിയാഴ്ച മരിച്ചാൽ ഉണ്ടാകുന്ന പറഞ്ഞത്. വെള്ളിയാഴ്ച മരിച്ച ഏത് ഛാത്രം ഉണ്ടാവും എന്നല്ല അതിന്റെ അർത്ഥം. വിശ്വാസിയായി സൽക്കർമ്മങ്ങൾ അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് ആളുകൾക്ക് അല്ലാഹു സൗഭാഗ്യം കൊടുക്കും. വെള്ളിയാഴ്ച മരിക്കാനുള്ള സമയം, വെള്ളിയാഴ്ച ആൾ മരിച്ചില്ല എന്ന് കരുതി അതൊരു മോശം നല്ലതിന്റെ അർത്ഥം. ഒരാൾ ചൊവ്വാഴ്ച മരിച്ചില്ല, ചൊവ്വാഴ്ച മരിച്ചു, ഒന്നുമില്ല. അത് പതില് ചിലപ്പോൾ അത് വേറെ അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. വെള്ളിയാഴ്ച വരേക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല, അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പൊ അതൊന്നും വരുന്നത് ഒരിക്കലും നമ്മൾ മനുഷ്യനെ വിലയിരുത്താൻ പാടില്ല. ഒരാളുടെ മരണം എങ്ങനെയാണെന്ന് ദിവസം നോക്കിയിട്ട് ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച മരിച്ചു. അതുകൊണ്ട് തിങ്കളാഴ്ച മഹത്വം വന്നു, അല്ലെ? അങ്ങനെയാണ്. ചില മഹാന്മാർ മരിച്ചാൽ ദിവസത്തിന് മഹത്വം ഉണ്ടാവും, ചില മഹാന്മാർ മരിച്ചാൽ ആ ദിവസത്തിന് പ്രത്യേകത ഉണ്ടാവും. ബഹുമാനപ്പെട്ട മഹാരഥന്മാരൊക്കെ മരിച്ചുള്ള ദിവസം കാണാറില്ല. പിന്നെ നമ്മളെന്താ റബീഉൽ ആഖിർ മാസം, വലിയ വലിയ ആലിമീങ്ങളൊക്കെ മരിച്ച മാസമാണ് റബീഉൽ ആഖിർ മാസം എന്ന് പറയും. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടക്കം പിന്നെ നമ്മുടെ സമസ്തയുടെ പഴയ ആലിമീങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്, അവരൊക്കെ മരിച്ചത് റബീഉൽ ആഖിർ മാസമാണ്. എന്റെ 18 ദർജയുണ്ട്. അവര് മരിച്ചതുകൊണ്ട് ആ ദിവസത്തിന് ആ മാസത്തിന് ദർജയുണ്ടായി.
ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് റമദാന്റെ മഹത്വം ഉണ്ടായി. ഹബീബ് റസൂലുള്ളാഹി ജനിച്ചത് കൊണ്ട് റബീഉൽ അവ്വലിൽ മഹത്വം ഉണ്ടായി. ഹബീബ് റസൂലുള്ളാഹി വഫാത്തായത് കൊണ്ടും റബീഉൽ അവ്വലിൽ മഹത്വമുണ്ട്. അതൊക്കെ മഹാന്മാരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് അവർ മരിച്ചാൽ ആ ദിവസത്തിന് ഒരു മഹത്വം ഉണ്ടാകുന്നു മനസ്സിലാക്കുക. അല്ലാതെ അവർ ആ ദിവസം മരിച്ചത് കൊണ്ട് അവർക്ക് മഹത്വമില്ല എന്നല്ല മനസ്സിലാക്കാൻ പോവേണ്ടത്. അവിടെയാണ് പലപ്പോഴും സാധാരണക്കാർ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് പോകുന്നു. അവര് ആ മോശപ്പെട്ട ദിവസം മരിച്ചതുകൊണ്ട് അല്ല, അങ്ങനെ ദിവസമല്ല കേട്ടോ, മോശപ്പെട്ട ഒരു ദിവസം. ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് പ്രാധാന്യം, മറ്റേ ദിവസം മോശപ്പെട്ടതൊന്നുമല്ല എൻ്റെ അർത്ഥം. ചൊവ്വാഴ്ച മോശപ്പെട്ടത് എന്നുള്ളൊരു അങ്ങനെ മോശപ്പെട്ട ഒരു ദിവസമില്ല. എല്ലാ ദിവസവും നല്ലത് തന്നെ. പക്ഷെ ഒന്നിനേക്കാൾ നല്ലത് അങ്ങനെ ഉണ്ടാവുള്ളൂ, മറ്റൊരു മോശം നല്ല എന്താ പറയുന്നത്. രോഗിയായി കിടക്കെ മരണശയ്യയിൽ കിടക്ക രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഒരാള് 100 വട്ടം അവന്റെ ഖബറിൽ ഫിത്ന ഉണ്ടാകില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹ്. ഖബറിന്റെ നേരത്തെ പറഞ്ഞ ഇടുക്കലുണ്ടല്ലോ, ആ കൂട്ടിപ്പിടുത്തത്തിൽ നിന്ന് ഖബർ സുരക്ഷിതമാകുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിലെ രോഗിയായി കിടക്കുന്ന ആളോടൊപ്പം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിട്ട് പറയാം 100 വട്ടം ഖുൽഹുവല്ലാഹു ചെയ്യാം. അവസാനം സക്രാത്തിന്റെ ഹാലിലൊക്കെ കിടക്കുന്ന എല്ലാവരും തൊട്ട് മുമ്പുള്ള അവസ്ഥയിൽ രക്ഷപ്പെടൂല എന്നൊക്കെ കാണുന്ന അവസ്ഥ ഉണ്ടാവില്ല. ആ സമയത്ത് അവരോടൊക്കെ നസീഹത്തോടെ 100 പ്രാവശ്യം ചെയ്യുക, ഖുൽഹുവല്ലാഹു ഓതിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നല്ല നസീഹത്തുകൾ കൊടുക്കുക. അവിടെ പോയിട്ട് വെറും ഫ്രൂട്ട്സ് പോലെയല്ല, ചായസിനെ പോലെയല്ല വേണ്ടത് ചെയ്യുക. കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ വേണ്ടി നമ്മൾ സൂചിപ്പിച്ചല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. മാത്രമല്ല മലക്കുകളുടെ ചിറകിലേന്തിക്കൊണ്ട് അവർ സിറാത്ത് പാലം മുറിച്ചു കടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുപോലെ മൻ ഖാല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ 40 മറ 40 പ്രാവശ്യം ചൊല്ലിയാൽ ഫി മറളിഹി ഫമാത ഫീഹി ഉതിയ അജ്റ ഷഹീദ്, ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഷഹീദിന്റെ കൂലി കുറെ വിശദീകരിച്ചല്ലോ. ആ സ്ഥലത്തിൽ ഷഹീദാകുന്ന ആളെ കുറെ ആക്സിഡന്റിൽ മരിച്ച ആൾ അയാൾക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു മുങ്ങിയ മരണത്തിൽ മരിച്ച ആൾ അയാൾക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തരം കൂലികളൊക്കെ കിട്ടും. ചില കുറുക്കു വഴികൾ കൊണ്ട് ചില വലിയ കൂലികളൊക്കെ കിട്ടുന്ന സംഗതികളുണ്ട്. പറഞ്ഞു സുബൈന്റെ മുമ്പുള്ള 2 റക്അത്താനി ഖഫീഫത്താനി ഖബ്ല അൽ ഫജ്ർ, സുബൈയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, വലിയ കൂലിയാണ്. സാധാരണ ഇപ്പോ വാട്സാപ്പിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടാവും, ഇൻസ്റ്റഗ്രാമിലും അല്ലെ, എന്ത് നിസ്കാരം. അതിനുശേഷം നമസ്കരിക്കുന്ന 20 റക്അത്ത് തറാവീഹിനേക്കാൾ കൂലി എന്തിനാണ്? ഇശാഖേശിൽ 2 റക്അത്തിനാണ്. അപ്പൊ കൂലി നോക്കല് അതിന് സ്വയം വലിപ്പം ലോകമനുസരിച്ചൊന്നല്ല. ചില സംഗതികൾക്ക് ചില പെട്ടെന്ന് കൂലി ഉണ്ടാവും, കൂടുതൽ കൂലിയൊക്കെ കിട്ടും. കൂലി കിട്ടുന്നത് അതിന്റെ സ്റ്റാറ്റസ് അള്ളാഹു നിർവഹിച്ചിരിക്കുന്ന സ്റ്റാറ്റസുകൾക്ക്. സുബൈയുടെ കൂലി അല്ലല്ലോ ബുഹറിലോ സുബൈ റക്അത്തല്ലോ എണീറ്റ് വരുന്നത് ആ സമയത്ത്. അതിന് മുമ്പുള്ള ദുനിയാവും അതിലുള്ള സകലതും കിട്ടുന്നതിനേക്കാൾ ഖൈറാണെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, ലോകത്തെ ഏറ്റവും വലിയ രക്ഷപ്രദം നമ്മളാണ്. സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ സുബൈക്ക് മുമ്പുള്ള ജീവിതത്തിൽ പ്രവർത്താൻ ശ്രമിക്കുക. പ്രദാനം ചെയ്യട്ടെ. മനസ്സിൽ വിചാരിക്കും ഈ റമദാൻ ഒരു മാറ്റം എന്തെങ്കിലും അതാവട്ടെ സുബൈക്ക് മുമ്പുള്ള അല്ലെങ്കിൽ തഹജ്ജുദ് നിർവഹിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു കാര്യം സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ് ഏറ്റവും നല്ല അമലുകൾ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നേക്കാൾ നല്ലത് സ്ഥിരമായ ചില അമലുകൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടുപോകും. അത് എവിടെ പോയാലും ഞാൻ മാറ്റില്ല. അത് ഏത് സന്ദർഭങ്ങളിലും, ഏത് മംഗലാവട്ടെ, വിരുന്നാവട്ടെ, എന്ത് സംഗതിയാവട്ടെ, ഏത് യാത്രയിലാവട്ടെ, അത് ഞാൻ മുടക്കില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ തവസ്സുൽ ചെയ്താൽ നിങ്ങളുടെ ആ സ്വീകരിക്കും. ഉറപ്പാണ്. അള്ളാഹുവിനറിയാം നിങ്ങൾ ഏത് തിരക്കിലും അള്ളാഹുവിനെ കൈവിട്ടിട്ടില്ല എന്ന്. അള്ളാഹുവിനറിയാം നിങ്ങൾ ഏത് പ്രയാസത്തിലും അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിങ്ങൾ കൈവിട്ടിട്ടില്ല എന്ന്. അപ്പോൾ അള്ളാഹു നമ്മൾ കൈവിടുകയും ഇല്ല. ഉറപ്പാണ്, അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഒരു സ്ഥിരമായ ഒരു സംഗതി. അങ്ങനെ മഹാന്മാരൊക്കെ മഹാന്മാരായത് അവര് ഏത് പ്രയാസം എന്തുണ്ടെങ്കിലും അവരുടെ ആ കാര്യങ്ങൾക്ക് കളിയുണ്ടാവില്ല.
അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് ദുനിയാവിന്റെ ശൂന്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവരിങ്ങനെ അവരെ പിന്നാലെ പോകേണ്ടതല്ല, അവർക്ക് നിൽക്കാൻ പോകും. പക്ഷെ നമുക്ക് ആയിക്കൂടെ, നമുക്ക് എന്തുകൊണ്ടായിക്കൂടെ? നമുക്ക് ഒരു ചില അമലുകൾ കയ്യിൽ വേണം. അതൊരിക്കലും നമ്മൾ അദ്ദാദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദാദ് ദിവസവും പതിവാക്കിക്കും. അതിലുള്ള ദിക്റുകൾ, അതിലുള്ള സ്വലാത്ത്, അതിലെല്ലാം ഖുർആൻ മുതൽ ക്രോഡീകരിച്ച എല്ലാ സംഗതികളും മഹത്വമുള്ളതാണ്. ആർക്കും വിശദീകരിക്കാൻ കഴിയാത്ത സംഗതികളല്ല. ആ ഹദ്ദാദ് മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവേ എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസം ഉണ്ടാകും. റബ്ബേ, ഞാൻ ആ ഹദ്ദാദ് പ്രാർത്ഥിക്കും, ഒരിക്കലും ഒഴിവാക്കിയിട്ട് എന്റെ ജീവിതത്തിൽ എന്ന് പറയാം. അല്ലെങ്കിൽ സുബഹിക്കുള്ള നിസ്കാരത്തെ സാക്ഷ്യത്തിൽ റബ്ബിനെ തവസ്സുലാക്കി ദുആ ചെയ്യും. റബ്ബേ, ഞാൻ ആവതുള്ള കാലത്തോളം, എനിക്ക് ഓർമ്മ വെച്ച കാലത്തോളം ഞാനത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു കാര്യത്തിന് പ്രയാസത്തിൽ അല്ലാഹു നമ്മൾ കൈനീട്ടിയാൽ അല്ലാഹു നമ്മെ സഹായിക്കും. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ഹഖ്ഖാണെന്നുള്ളത് പറഞ്ഞത് എന്റെ ബാധ്യതയാണ്. മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന അല്ലാഹുവിന്റെ ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് സഹായം നൽകുമാറാവട്ടെ. അത്തരം ചില കാര്യങ്ങളൊക്കെ നന്മകളൊക്കെ ജീവിതത്തിൽ പുലർത്തുക. അതുകൊണ്ട് ഇങ്ങനെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് അല്ലതല്ലേ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ചിരിച്ചു പോകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഞങ്ങളെ ക്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് പുഞ്ചിരിച്ച മരണം ഞങ്ങൾക്ക് നൽകണം. റഹ്മാനേ, ഈമാനുള്ള മരണമാക്കണേ റബ്ബേ. എല്ലാവരും കണ്ടാലുകളെ ചിരിച്ചാണല്ലോ കിടക്കുന്നതെന്ന് പറയാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. ഈമാന്റെ മേലടിച്ച് ജീവിക്കാൻ, ഈമാന്റെ വൈഫിനായിട്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഇൽമതിനെ മാഫിയാക്കി തരണം റഹ്മാനേ. മുഖ്റബിയായ ആലിമികൾ ഉൾപ്പെടുത്തണേ റബ്ബേ. മുഖ്റബിയായ മുതഅല്ലിമീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നാക്കി തരണം റഹ്മാനേ. മകവും പുറവും ഒന്നാക്കി തരണം റഹ്മാനേ. നിഫാഖിൽ നിന്ന് കാക്കണം റബ്ബേ. ഫിസ്ഖിൽ നിന്ന് കാക്കണം റഹ്മാനേ. റിയാഇൽ നിന്ന് കാക്കണം റബ്ബേ. ഹസദില്ലാത്ത കിബ്റില്ലാത്ത ഹൃദയം തന്ന് അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹു റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റബ്ബേ. നോമ്പ് വെറും പട്ടിണിയാക്കല്ലേ റഹ്മാനേ. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും ഖൈറും ബറക്കത്തും തരണം റബ്ബേ. മഴ തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് മഴ തന്ന് അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹു ഞങ്ങൾക്ക് മഴ തന്ന് അനുഗ്രഹിക്കണം റഹ്മാനേ. ഫലസ്തീൻ മക്കൾക്ക് മോചനം നൽകണേ റബ്ബേ. സലാമത്ത് നൽകണേ റബ്ബേ. രക്ഷയും കാരുണ്യവും